മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്. പ്രണയത്തിന്റെ പൂർത്തീകരണമായി ദാമ്പത്യം കരുതപ്പെടുന്നു. പക്വതയും കരുതലും ഉത്തരവാദിത്വവും ദാമ്പത്യത്തിന് കൂടുതൽ തനിമ നൽകുന്നു. പ്രപഞ്ചത്തിന്റെ താളബന്ധിതമായ നിലനിൽപ്പിനും ഉത്തമ സമൂഹത്തിന്റെ രൂപീകരണത്തിനും കുടുംബങ്ങൾക്കുള്ളിലെ രുചിഭേദങ്ങൾ കാരണമാകുന്നുവെന്ന് മലയാള കവികൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ദാമ്പത്യത്തിനുള്ളിൽ ജ്വലിക്കുന്ന സ്നേഹം മനോഹരമായി ആവിഷ്കരിക്കുന്ന നിരവധി കവിതകൾ മലയാളത്തിലുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കണ്ണീർപ്പാടം ജീവിതപ്പാടം തന്നെയായി കാണാനാവുന്നു. തെന്നുന്ന പാടവരമ്പിലൂടെ ഒരുമിച്ച് നടക്കുന്ന ഭാര്യയും ഭർത്താവും. ബസ് കിട്ടാതെ പോയത് ഭാര്യയുടെ അണിഞ്ഞൊരുങ്ങൽ കാരണമാണ് എന്ന് ഭർത്താവ്. പാതി മനസ്സോടെ ഇറങ്ങിയിട്ടാണെന്ന് ഭാര്യ. അങ്ങനെ കാറുമൂടിയ കണ്ണീർപ്പാടത്ത് മുന്നേട്ടേക്ക് കാലിടറവേ രണ്ടാത്മാക്കൾ സഞ്ചരിക്കുകയാണ്. കണ്ണീരാണ്ട ജീവിതത്തിന്റെ വിഷമ പദപ്രശ്നം എളുപ്പമാക്കാൻ ഒരുമയുള്ള ഈ യാത്ര തന്നെയാണ് ഉപകരിക്കുക എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. ലോകം സ്വസ്ഥമായുറങ്ങുന്ന നേരത്ത് പാടത്ത് വെള്ളം തേവുന്ന വേട്ടുവ ദമ്പതികളെയാണ് വൈലോപ്പള്ളി പടയാളികൾ എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നത്. കാന്തന്റെ തേരിൽ കടിഞ്ഞാൻ പിടിക്കുന്നു, താൻ തന്നെ തേവി കൊടുക്കുമി പെൺകൊടി. പാട്ടുകൾ പാടിക്കെടുത്തുന്നു തന്നുവങ്കി, കൂട്ടുകാരന്റെ തണുപ്പും തളർച്ചയും. ഒരുമിച്ച് പണിയെടുക്കുന്ന ഇവരെ പടയാളികളായി കവി ആദരിക്കുന്നു. ONV കുറുപ്പിന്റെ സരയുവിലേക്കെന്ന കവിതയിൽ താണു പോകുന്ന സീതയെ തിരികെ വരികെന്ന് കൈനീട്ടി വിളിക്കുന്ന രാമനെയാണ് കാണുന്നത്. ഭാര്യയെ പിരിയുന്ന ഭർത്താവിന്റെ ഹൃദയവേദന കവി മനോഹരമായി ചിത്രീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാർഗക പക്ഷികൾ എന്ന കവിതയിൽ ഇന്നു നീ ഭദ്രേ സുഖമായി ഉറങ്ങുക, കണ്ണിമ പൂട്ടാതെ ഈ ഇടവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക എന്ന് പരസ്പരം കരുതലും കാവലുമാകുന്ന ദമ്പതികളെ കവി ചിത്രീകരിക്കുന്നു. ഭയങ്ങളേറെയുണ്ടെങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ലിതുവരെ എന്ന് ആശ്വസിക്കുന്നു. സ്വപ്നങ്ങളാണല്ലോ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മധുസൂദനൻ നായരുടെ മേഘങ്ങളെ കീഴടങ്ങുവിനെന്ന കവിതയിൽ ജീവിതം ഭയങ്ങളിൽ മുഴുകിപ്പോവുകയും തീരം മുങ്ങിപ്പോവുകയും ചെയ്യുന്ന നിമിഷങ്ങളിൽ തരി വെളിച്ചം കണ്ട് മുന്നോട്ടു പോകാനും കോർത്ത കൈ അഴിയാതെ ചേർത്ത ഹൃത്താളഗതി ഊർന്നു പോകാതെ കാത്തിരിക്കണമെന്ന് കവി പ്രിയയെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ തുരുത്തിൽ നാം തനിച്ചാണ്. എങ്കിലും പ്രപഞ്ചത്തെ കീഴടക്കാൻ നമ്മൾ ഒരുമിച്ചുണ്ടായാൽ അത് മതി. NN കക്കാടിന്റെ സഫലമീ യാത്ര 3 പതിറ്റാണ്ടുകൾ നീണ്ട യാത്രയുടെ സന്തോഷസന്താപങ്ങൾ ഇഴതിരിച്ചെടുക്കുകയാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്ന ചിന്ത ദാമ്പത്യ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ദൃശ്യവൽക്കരിക്കുന്നതാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും